എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നേ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേണ്ട നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ചെമ്മീനാണ്. കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നതാണ്, ഞാനിവിടെ വെച്ചിരുന്നതാണ്. അതൊന്ന് വറുത്തിട്ട് തേണ്ട അതിൻ്റെ തലയൊക്കെ ഞാനൊന്ന് നുള്ളി മാറ്റിയെടുക്കുവാണേ. അത് മുഴുവൻ മാറ്റിയതിന് ശേഷം തേണ്ട അതിലേക്ക് ഞാൻ ഇച്ചിരി വാളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങായും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ എടുക്കണം. മുളക് ചതച്ച മുളകുണ്ടേ അതാണ് നല്ലത്. ഇതിപ്പം ഞാൻ മുളക് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങയിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അല്ല ചെമ്മീൻ ആദ്യം ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് തേങ്ങായും ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ പുളിയും ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം ചെമ്മീൻ, അങ്ങനെ ഇരുന്നാലാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതേ രീതിയിൽ തേണ്ട ഞാനൊന്ന് നമ്മളുടെ ചെമ്മീനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് വെളിയിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട കാര്യമില്ല, കുറച്ച് ദിവസം കേടാകാതിരിക്കും. അതുപോലെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവരും ബാച്ചിലറായിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. ഇങ്ങനെ ഈ ഉണക്കച്ചെമ്മീനും ഈ ഉണക്കമീനൊക്കെ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഇടിച്ച് കൂട്ടാൻ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലാത്തവർക്ക് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് എൻ്റെ മോൾക്ക് അമ്മ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിടും. അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടേ ആ സമയത്ത് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില എണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കടുക് ഇഷ്ടമുള്ളവർക്ക് കടുക് ഇടാം, ഞാൻ പക്ഷേ കടുക് ഇടുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളേ. അപ്പോൾ വേണ്ട ഞാൻ കറിവേപ്പില മൂത്ത് വന്നപ്പോൾ നമ്മളുടെ ഈ ചെമ്മീൻ ഇതെല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചെറുതീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ തേങ്ങായും ഒക്കെ ഒന്ന് മൂത്ത് ഇതെല്ലാം ഒന്ന് ആ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളുടെ ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ വല്ല യാത്രയൊക്കെ പോവുകയാണെങ്കിൽ 2-3 ദിവസത്തേനൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ മീനൊക്കെ അത്യാവശ്യം കൂട്ടുന്നവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.